ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് ട്രയലാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം കളിക്കാം. അത് മിനിറ്റ് ഞാൻ കണ്ടത് എടാ മറ്റേ വില്ലേജിൽ കാണാൻ മറ്റേ സാധനമല്ലേ, അവിടെ തൊട്ടടുത്ത വില്ലേജ്. എടാ ഭാഗ്യമുണ്ട് എനിക്ക്, ഭാഗ്യം. സ്പോൺ ആയത് തന്നെ വില്ലേജിൻ്റെ സ്ഥലത്ത്. എൻ്റെ മോനെ ഫസ്റ്റ് തന്നെ നമുക്ക് റീസ്പോൺ പോയിന്റ് പോയി സെറ്റ് ചെയ്യണം. അതെ ചെയ്യാൻ പറ്റുള്ളൂ. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യേ. ഓക്കെ, വാലടയാ വാലടഞ്ഞില്ലേ. ഇനി പാർക്കോർ ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന്. ഓക്കെ, വെയിറ്റ് ചെയ്യേ. പാർക്കോ അമ്മച്ചി, നമുക്ക് ഷീപ്പിനെ കൊണ്ടാണ്. ഷീപ്പ് 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 കൊല്ല് കൊല്ല് കൊല്ല്. ഗായ്സ് നോക്കി ഷീപ്പിനെ കൊല്ലട കൊല്ല്. ഷീപ്പ് 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 ഷീപ്പ്. യെസ്, കിട്ടി 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 ഷീപ്പിനെ കിട്ടി. ഇനി നമുക്ക് 2 ഷീപ്പിനെയും കൂടി വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ. അല്ല, ഷീപ്പിൻ്റെ വൂള് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് മറ്റേ ഇത് ചെയ്യണ്ടേ. എന്ത് എന്ത് പ്ലാങ്ക് വേണ്ടേ നമുക്ക്? അപ്പോൾ മരം വേണം. മരമല്ലേ ആ കാണുന്നത്, മരം ഒരു വരം. പക്ഷെ എനിക്ക് വെട്ടാതെ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് പ്ലാങ്ക് വേണം. മരം വെട്ടിക്കോ. മരം വെട്ട് 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 മരം വെട്ട്. എൻ്റെ സൗണ്ട് എൻ്റെ മരം വെട്ട് മരം വെട്ട് മരം വെട്ട് മരം വെട്ട് മരം വെട്ട്. മാസം 14 വേണം. എൻ്റെ പൊന്നെ, ഇനി അടുത്ത മരം. ഒരു മരം വെട്ടുവാണെങ്കിൽ ആ മരം തന്നെ വീണ്ടും വെട്ടണം. മറ്റേ വെള്ളം ഇല്ലേ, വെള്ളം വെട്ടരുത്, കാരണം 2നും 2 പ്ലാങ്കാവും. നമുക്ക് സെയിം പ്ലാങ്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇവിടുത്തെ ചില ടോക്ക് ഉണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് ഞാൻ പറഞ്ഞതാ, എന്നാലും കേൾക്കണ്ടേ. എനിക്ക് വേണ്ട ഗ്രാസ് എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അശോ, ഡ്രോപ്പായി. ഡ്രോപ്പ് എടുത്തേ ആ വൂള്. അതാണ് ഞാൻ പെട്ടെന്ന് നോക്കും. ഇതവിടെ ഇട്. അതാണ് നട്ടിട്ടുണ്ട് ഞാൻ. അശോ, ഇത് എവിടെ നിന്നൊക്കെയാ ഞാൻ എടുത്തോണ്ട് വരുന്നത്? കളത് എനിക്കിത് വേണ്ട. ഓക്കെ, നമുക്ക് ആ വെള്ളത്തിലോട്ട് ചാടാൻ പറ്റുമോ? ലൈഫ് പോയി. നമ്മുടെ സ്പീക്ക് എടുത്ത് തന്നെ എമ്പക്കം വിട്ടു. അപ്പൊ നല്ലതാണ്. മരം വെട്ടാം നമുക്ക്. അതേ മരം വെട്ടാം. ഇതിൻ്റെയൊക്കെ അടിനാ തപ്പിപ്പോകുമ്പോ കുറെ നാള് കഴിയും. അതാ ഞാൻ ആ മരം നോക്കാത്തത്. എടാ, ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തിയാ. എനിക്ക് വേറെ മരമൊന്നും കിട്ടിയില്ലേ? അപ്പൊ ഇതെന്താ ഇത്ര ലാഗ്? ലാഗ്. ഇപ്പൊ അവിടെ വീണാണ്. അങ്ങറ്റത്തുണ്ട്. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തായിരുന്നല്ലേ? എനിക്കറിയാം. വെള്ളോട്ടോ അമ്മച്ചി പെട്ട്. പെട്ടടാ.
ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? ചാടുന്ന് ഇപ്പോ മേലി പുല്ലായതുകൊണ്ട് ചാടാനും പറ്റണ്ട ഇവന്. അമരം വിട്ട് പക്ഷെ ഞാൻ പൊട്ടനായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചാടിയാ പോലെ. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. നമുക്ക് ഇനി മരം ഒരു വരം വെട്ടണം. 14 മതി നമുക്ക്. 14 വിട്ട് വെച്ച് നമുക്ക് ഒരു 36 ഉണ്ടാക്കാൻ വിചാരിച്ചു. വെട്ട് 14ആയി. ഇനി നമുക്ക് വില്ലേജിലോട്ട് പോവാം. ഉപ്പാക്കി ഞാൻ വീടില്ല. ഇത്രേ ഉള്ളൂ, നമ്മളിപ്പുറത്തെത്തി. നമ്മുടെ വീട് ഇതല്ല, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിങ്ക് ഹൗസിൻ്റെ നേരെ പോണം. എന്നാലേ നമുക്ക് ചത്തില്ല. Epic. What happened, bro? What happened? ഒലി അശോ രാഗ് ഇതെന്താ പറഞ്ഞു പോയാ? മൂന്നെണ്ണോ? ഹൗ അതല്ലേ നമ്മുടെ വീട്. ഇനി നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറി ഇടുന്നത് ചെയ്യാം. ഈ ടോർച്ച് എന്താ ഫസ്റ്റ് എടുക്കട്ടെ. പക്ഷെ ഇത് കഴിക്കാനല്ല പറഞ്ഞേ, ഈ ടോർച്ച് എടുക്കും. നെക്സ്റ്റ് അശോ ടോർച്ച് വെക്കല്ലേ. നെക്സ്റ്റ് നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കണം. 4, 8, 12. ഇനി ഇതുണ്ടാക്കണം. ഈ കോള് വേണല്ലേ ടോർച്ച് ഉണ്ടാക്കണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിക്ക് ഉണ്ടാക്കിയില്ല. സ്റ്റിക്ക് ഒരു ഇത്രയും കിടക്കട്ടെ. ഇതുപോലെ ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇവിടെ വെക്കും. നമുക്ക് പിക്കാസ് ഉണ്ടാക്കണം. പിക്കാസിന് എത്ര വേണം? സ്റ്റിക്ക് 2. പ്ലാങ്ക് ഉണ്ടാക്കിയില്ലേ ഞാൻ? ബെസ്റ്റ് 2 പ്ലാങ്കാണ് ഉണ്ടാക്കിയത്. 6, 10, 14, 20, 22. പക്ഷെ ഇത് യൂസ് ചെയ്യും. ഇനി ഒരു പിക്കാസ്, ഒരു ആക്സ്, ഒരിത്. ഇതൊക്കെ ഞാൻ എന്തിനാ? ഒരു ചെസ്റ്റും കിടക്കട്ടെ. പ്രത്യേകിച്ച് സൂക്ഷിച്ചെക്കാനൊന്നുമില്ല. പിന്നെ ചെസ്റ്റൊക്കെ സൂക്ഷിച്ചെക്കാൻ നമുക്കിനി ചെയ്യാൻ പോണതേ ഉള്ളൂ. വെട്ടിക്കോ സൂക്ഷിച്ചൊക്കെ ഒരു സാധനമില്ലെങ്കിൽ പിന്നെ തന്നെ ചെസ്റ്റ് കുറേ സ്റ്റോണ്. 64 കൂടുതലാണ്. നമ്മുടെ ഫർണസൊക്കെ ഉണ്ടാക്കും. 64 കൊണ്ട് ഏതാണ്ട് 2 ഫർണസ് എങ്ങാണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിക്കറിയില്ല കേട്ടോ എത്ര 64 കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ ഇരുട്ടായി. ഇപ്പം എന്ത് ചെയ്യുന്നറിയോ? നമ്മളാ നേരത്തെ എടുത്ത് വെച്ച ടോർച്ചില്ലേ, ടോർച്ച് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യും. വിളിച്ച് കണ്ടില്ലേ? അതിനാണ് ഞാൻ പറയാം ടോർച്ച് ആവശ്യമാണ്. ഹൗ ഈസ് മൈ ബ്രെയിൻ? ഇവിടെ നമ്മൾ പ്ലെയിൻ ആക്കും. നോക്കിക്കോ. ഇനി മതി. ഇനി ഇപ്പുറത്തുനിന്ന് തുടങ്ങിക്കോ. ഇനി ഇവിടെ കയറിക്ക്. ഇനി വില്ലേജറേ നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല. നിനക്ക് അത് തന്നെ വേണമായിരുന്നു. ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു ആ വില്ലേജർ. ഇനി നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്യണം. പക്ഷെ രാത്രിയായോ? ഓടിക്കോ. കിടന്നാടോ നീ? എഴുന്നേറ്റ് ഓളാ. ഞാൻ കിടക്കില്ല. അവനവിടെ പോയി, ഞാൻ കിടന്നുറങ്ങി. അവൻ ബെഡിൽ പോയി കിടന്നിട്ടുണ്ട്. നമുക്കവിടെ ബെഡൊക്കെ പണിത് കൊടുക്കണം.
അശോ മാറിയിരുന്നടാ. നമ്മൾ ഈ സ്ഥലം പ്ലെയിൻ ആക്കാൻ പോവാ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മറ്റേ പറക്കണ പ്ലെയിനല്ല. ഇവിടെ ഒന്നും ഉണ്ടാവൂല. നല്ല ക്ലീൻ ആയിരിക്കുന്ന സ്ഥലമായിരിക്കും. ഞാനിങ്ങോട്ട് അശോ ലാഗ് പോയിക്കോ. ഇവിടുത്തെ വർത്താനം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഗൈസ്. ഞാൻ പറഞ്ഞതാ സൈലന്റ് ആയിക്കണം. ഇവര് പിന്നെ കേക്കണ്ടേ. എന്ത് കഷ്ടമാ. ഇനി നമുക്ക് ഈ സ്റ്റോണിന്റെ പിക്കാക്സ് ഉണ്ടാക്കണം. ഇവിടെ സ്ലാബൊക്കെ നമുക്ക് 99+ ഉണ്ടാക്കാം. അത്ര ഉണ്ടോ നമ്മുടെ സ്റ്റോൺ? ഒരു സോഡ് ഉണ്ടാക്കി. സോഡ് നമുക്ക് അത്യാവശ്യമാണ്. ആ വില്ലേജറിനൊക്കെ ഇട്ട് പിന്നെ നമുക്ക് കടയുടെ ഇപ്പം നല്ല രസമില്ലേ കാണാൻ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം എന്ത് ഫാസ്റ്റാ എൻ്റെ പൊന്നെ. ഇതെന്ത് പെട്ടെന്നാ. പിന്നെ അയൺ വരുമ്പോഴത്തേക്ക് നെക്കാൻ തന്നെ ഇത് ഫുള്ള് പൊട്ടും. സ്റ്റോൺ തന്നെ ഇത്ര ഫാസ്റ്റ്. എൻ്റെ പൊന്നെ ഇവിടെ ഇത്ര പൊട്ടുന്നു. ഇതേ കോപ്പറല്ലേ അത്? പിന്നെ കോപ്പർ വെച്ച് എന്താ ആവശ്യം എനിക്കറിയത്തില്ല. ആ ലാഗ് പോലോ